തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് കുർബാനയ്ക്കിടെ നേർച്ചപ്പണവും മൊബൈൽ ഫോണും പേഴ്സും മോഷ്ടിച്ച പ്രതിയെ പോലീസിന് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ദേവാലയത്തിൽ കുർബാന നടക്കുന്നതിനിടെയാണ് അൾത്താരയ്ക്ക് സമീപമുള്ള മുറിയിൽ മോഷണം നടന്നത്. മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ കുർബാന നടക്കുന്നതിനിടെ അൾത്താരയോട് ചേർന്നുള്ള സാക്രിസ്ത്യൻ റൂമിൽ നിന്ന് യുവാവ് മൊബൈൽ ഫോണും പേഴ്സും നേർച്ചപ്പണവും മോഷ്ടിച്ചത്. മോഷണ വിവരം അറിഞ്ഞുടൻ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തി. മ്യൂസിയം പോലീസിന് പരാതിയും കൈമാറി. പ്രാഥമിക അന്വേഷണത്തിൽ തട്ടിയെടുത്ത ബൈക്കിലെത്തിയാണ് യുവാവ് മോഷണം നടത്തിയതെന്ന് സ്ഥിരീകരിച്ചു. മോഷണം നടത്തുന്നതിനായി യുവാവെത്തിയ ഇരുചക്ര വാഹനം വക്കം സ്വദേശിയുടേതാണെന്നും ഇത് മോഷ്ടിക്കപ്പെട്ടതാണെന്നും പോലീസ് കണ്ടെത്തി. എന്നാൽ പ്രതിയുടെ വ്യക്തമായ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും ഇയാളെ പിടികൂടാൻ കഴിയാത്തതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. പാറ്റൂരുള്ള ദേവാലയത്തിൽ നിന്ന് കാണിക്കയായി ലഭിച്ച പണം ഉൾപ്പെടെ കവർന്നതാണ് മ്യൂസിയം പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടുത്ത ദിവസം പരാതി നൽകുമെന്ന് പള്ളി കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രൊഫഷണൽസുമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി ഇന്ന്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉള്ളവരുമായി മുഖ്യമന്ത്രി നടത്തുന്ന സംവാദ പരമ്പരയുടെ ഭാഗമാണിത്. പ്രൊഫഷണൽ കണക്ട് 2025 എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കും. രാവിലെ 9:30 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പരിപാടി.